ആരാണ് പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളത്? നമ്മളാണ്. ആരാണ് ആദ്യം അടിച്ചിട്ടുള്ളത്? അതും നമ്മളാണ്. ആരാണ് അവിടെ മിസൈലിട്ട് ഏകദേശം 100ഓളം കുട്ടികളെ കൊന്നത്? അതും നമ്മളാണ്. അപ്പോൾ ആരാണ് തെറ്റുകാർ? അത് അവരാണ്. കണ്ടില്ലേ, ഇറാൻ ഇസ്രായേലി ബങ്കറിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. വിക്ടിം കാർഡ് ഇറക്കി ഇസ്രായേൽ. തെറ്റ് ചെയ്തവർക്ക് ലോകത്തിന് മുന്നിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യണം. അതിൻ്റെയോടൊപ്പം തന്നെ ലോകത്തിന്റെ സപ്പോർട്ടും ലഭിക്കണം. അതിന് ഏക മാർഗം വിക്ടിം കാർഡ് ഇറക്കുക എന്നുള്ളതാണ്. അതാണ് ഇസ്രായേലും ഇവിടെ ചെയ്തിട്ടുള്ളത്. We are aiming at military targets, but the Iranian regime is targeting our civilians, our children, our women, our elderly. But this is not only happening here in Israel. The Iranian regime is attacking the entire region. 8 countries, I repeat, 8 countries in the region were attacked by ballistic missiles of Iran. Not only Israel, Arab countries are targeted by Iranian regime missiles. And we say it very clear. We don't have any fight, any quarrel with the Iranian people. The only objective, the only quarrel is the Iranian regime murderous attacks. This is what it's all about. Now I'll take some questions, please. ഈ പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരാളല്ല കേട്ടോ. ഇസ്രായേലി ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്ക് പേഴ്സൺ ആണ്. ഇദ്ദേഹം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇറാനാണ് ഇവിടെ വില്ലൻ എന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ എൽഡേഴ്സിനെ ഉപദ്രവിക്കുന്നു, വിമൻസിനെ ഉപദ്രവിക്കുന്നു, എൻറ്റയർ റീജിയനെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. ഇസ്രായേലിനെ മാത്രമല്ല, അതുപോലെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിനെ മാത്രമല്ല, റെസിഡൻഷ്യൽ ഏരിയാസും ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് ഏതൊരു സിനിമയിൽ പറഞ്ഞതുപോലെ ആരാണ് പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളത്? നമ്മളാണ്. ആരാണ് ആദ്യം അടിച്ചിട്ടുള്ളത്? അതും നമ്മളാണ്. ആരാണ് അവിടെ മിസൈലിട്ട് ഏകദേശം 100ഓളം കുട്ടികളെ കൊന്നത്? അതും നമ്മളാണ്. അപ്പോൾ ആരാണ് തെറ്റുകാർ? അത് അവരാണ്. ആ പറയുന്നത് പോലെയായി ഈ കാര്യം. കാരണം എല്ലാം ചെയ്തത് ഇവരാണ്, പക്ഷെ കുറ്റം ഇറാനും. ആ ഒരു രീതിയിലാണ് ഇയാളെ ഇവിടെ വെച്ചിട്ടുള്ളത്. കാരണം ഇറാന് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ അതേസമയം ഇസ്രായേൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടാവും. ഇതൊരു പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രൊവോക്കേഷന് മേലെ ഉണ്ടായിട്ടുള്ള ഒരു വാറല്ല, ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വാർ തന്നെയാണ്. പക്ഷെ ഇറാൻ ഇതിനെക്കുറിച്ച് അറിയില്ല. അവർക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. From Channel 4 News. Khamenei, the Iranian regime, have clearly done terrible things, particularly to their own people. But your Prime Minister is a wanted war criminal. You don't have the moral high ground here at all. This is a war crime. This is a war crime. Targeting civilians, targeting elderly women, killing, murdering her caregiver from the Philippines. And the Iranian regime is targeting not only us in Israel. They are targeting the entire region. What about the 100 or so schoolgirls in Iran that have been killed in a strike there? And this must stop. This must be stopped, and this is what we're trying to do. Yes, next question, please. But what about those Iranian let's allow others. കേട്ടല്ലേ, ഇതൊരു വാർ ക്രൈം ആണെന്ന്. വാർ ക്രൈം ആരാണ് തുടങ്ങിയിട്ടുള്ളത്? ആരാണ് വാർ ക്രൈം ഇവിടെ ശരിക്കും ചെയ്തിട്ടുള്ളത്? തുടങ്ങി വെച്ചത് നിങ്ങളാണ്. നിങ്ങളാണ് ഇറാനിലെ 106ഓളം കുട്ടികളെ വധിച്ചിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇവിടെ നടന്നത് വാർ ക്രൈമാണ്. അപ്പൊ ഇറാനിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് എന്താണ്? പിന്നെ റീജിയനെ മുഴുവനായിട്ടും അറ്റാക്ക് ചെയ്യുന്നു ഇറാൻ എന്നാണ് നിങ്ങൾ പറയുന്നത്, ഇസ്രായേലിനെ മാത്രമല്ല എന്ന്. നിങ്ങൾ അടിച്ചിട്ടുള്ളത് ഇസ്രായേൽ US ആണ്. അപ്പോൾ ഇസ്രായേലിനെ ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യാൻ പറ്റും. US-നെ ഇറാനെ ഹിറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തുള്ള, അതായത് അറബ് കൺട്രീസിൽ US-ന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. ഇവിടെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് US-ന്റെ
എസ്റ്റാബ്ലിഷ്മെന്റ് ഫെസിലിറ്റീസിനെയാണ് എന്നുള്ളൊരു കാര്യം. പിന്നെ പലയിടത്തും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും വന്നിട്ടുള്ള ഡിബ്രീസ് കാരണമാണ്. പക്ഷേ ഇപ്പോൾ അടുത്തായി ന്യൂസസിൽ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഹിറ്റ് നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇന്നലെ UAE-യിലുള്ള കൺഫർമേഷൻ, ഒഫീഷ്യൽ കൺഫർമേഷൻ എന്ന് പറയുന്നത് മരണപ്പെട്ടിട്ടുള്ളത് ഡിബ്രീസ് വീണിട്ട് കാരണമാണ്, അല്ലാതെ ഡയറക്റ്റ് ഹിറ്റ് മൂലം മരണപ്പെട്ടില്ല, എവിടെയും ഡയറക്റ്റ് ഹിറ്റ് നടന്നിട്ടില്ല എന്നാണ്. അതായത് US ഫെസിലിറ്റീസിന് ഒഴികെ വേറെ എവിടെയും ഡയറക്റ്റ് ഹിറ്റ് നടന്നിട്ടില്ല എന്നാണ് UAE-യിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇയാൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് കാര്യങ്ങളൊക്കെ ചെയ്തത് ഞങ്ങൾ തന്നെയാണ്, തുടങ്ങിയതും അടിച്ചതും എല്ലാം ഞങ്ങളാണ്, പക്ഷേ ക്രൈം ചെയ്തിട്ടുള്ളത് ഇറാൻ ആണ് എന്നാണ്. ഇവിടെ അറബ് കൺട്രീസിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം ഇറാനിലും മരണപ്പെട്ടിട്ടുണ്ട്, ഇസ്രായേലിലും ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന് നല്ല ഹിറ്റ് കിട്ടിയിട്ടുണ്ട്, ഇറാനിന് ഹിറ്റ് കിട്ടിയിട്ടില്ല എന്നല്ല, നല്ല ഹിറ്റ് ഇറാനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് സർപ്രൈസ് ആയിട്ടുള്ള ഹിറ്റ്സ് ആയിരുന്നു. പക്ഷേ ഇസ്രായേൽ ഓൾറെഡി വെൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു, ഇസ്രായേൽ US നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇസ്രായേലിന് നല്ല ഹിറ്റ് ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇറാൻ ഇസ്രായേലി ബങ്കറിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹിറ്റിൽ 20 ഇസ്രായേലിയൻസ് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 200ഓളം പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, വേറെയും ന്യൂസസ് ഉണ്ട്. നല്ല ഹിറ്റാണ് ഇസ്രായേലിന് കിട്ടിയിട്ടുള്ളത്, ഇറാനും ലഭിച്ചിട്ടുണ്ട്. ഇറാന് ലഭിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മിന്നൽ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ഇറാനിൽ 20 വനിതാ വോളിബോൾ താരങ്ങൾക്ക് ദാരുണ അന്ത്യം. അതുപോലെ സ്കൂളിൽ ഉണ്ടായിരുന്ന ഇതിൽ 106ഓളം പെൺകുട്ടികളാണ് മരണപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇറാനും ഇസ്രായേലിനും ഒക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഇഞ്ചുറീസും ഒക്കെ പറയുന്നത് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഡയറക്റ്റ് ഹിറ്റ് എവിടെയും നടന്നിട്ടില്ല. അതായത് US ബേസിൽ അല്ലെങ്കിൽ US ഫെസിലിറ്റീസിൽ മാത്രമാണ് ഡയറക്റ്റ് ഹിറ്റ് നടന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ ഡീബ്രീസ് വീണിട്ടുള്ള, അതായത് ഇത് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ, മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഡിബ്രീസ് വീണിട്ടുള്ള അറ്റാക്ക് അല്ലെങ്കിൽ അത് മൂലം ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഗൾഫ് കൺട്രീസിന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലും അതുപോലെ ഗൾഫ് കൺട്രീസിലുള്ള US ഫെസിലിറ്റീസിനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായി ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ മറ്റു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചില സ്ഥലങ്ങളിൽ, അതായത് ഗൾഫ് കൺട്രീസിൽ ഡയറക്റ്റ് ഹിറ്റ് നടന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ ഡയറക്റ്റ് ഹിറ്റ് നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പുറത്തു വന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റായി ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ വിക്ടിം കാർഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലാണ്. യഥാർത്ഥത്തിൽ വിക്ടിം എന്ന് പറയുന്നത് ഇറാനാണ്. കാരണം ഒരു സർപ്രൈസ് ഒരു അറ്റാക്കാണ് ഇറാന് നേരെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. അതുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതേ നമ്മളെ കൊണ്ട് ഇവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം മരണപ്പെടുന്നത് അല്ലെങ്കിൽ ഇഞ്ചുറീസ് നടക്കുന്നത് ഇറാനിലെ ആളായാലും ശരി, ഇസ്രായേൽ ആളായിരുന്നാലും ശരി, US-ലെ ആളുകളായിരുന്നാലും ശരി, അതുപോലെ ഗൾഫ് കൺട്രീസിലുള്ള ആളുകളായിരുന്നാലും ശരി, എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഹ്യൂമാനിറ്റി ബേസിൽ എല്ലാവരും പ്രാർത്ഥിക്കുക.